ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്. അതിന് കുറച്ച് റീസൺസ് ഉണ്ട് കേട്ടോ. അത് വഴിയേ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. ഇത് എനിക്ക് 2 വീക്സ് ഹോളിഡേ ലീവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പുറത്ത് പോയതാണ്. ഇവിടെ ഹോളിഡേയ്സ് ഒക്കെ ആയിരുന്നു. കുറച്ച് ദിവസം ഇവിടുത്തെ നാഷണൽ ഡേ ആയിട്ട് സംബന്ധിച്ച് ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പം ഇവിടെ ഒരു പുതിയ സൂ, പുതിയതല്ല, ഇവിടെ കോവിഡിൻ്റെ ടൈമിൽ ഇവിടുത്തെ സൂ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു മിനി സൂ എന്നും പറഞ്ഞിട്ട് ഇവർ റീസെൻ്റ്ലി ഒരു 1 ഇയർ ബിഫോർ സ്റ്റാർട്ട് ചെയ്തതാണ്. ലിറ്റിൽ ജംഗിൾ എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. സൈഡിലൊക്കെ നല്ല രസമാണ് കേട്ടോ. സൈഡിൽ അപ്പം റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. റിസപ്ഷനിൽ ഒരാൾക്ക് 2.5 ദിനാർ എന്നാണ്, കുവൈറ്റ് ദിനാർ എന്നാണ് നമുക്കിവിടെ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്യുമ്പം എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അവിടുത്തെ പേയ്മെൻ്റ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഒരു 3 KD ആണ്, പെർ പേഴ്സൺ 3 KD ആണ്. അപ്പം പിന്നെ നമുക്ക് കുറച്ചധികം ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചൊന്ന് നടന്നപ്പോഴത്തേന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം കുറച്ചൊന്ന് ബുദ്ധിമുട്ട്, അധികം നടക്കാൻ പറ്റിയില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കോറിഡോർ പോലെയാണ്. കോറിഡോറിൽ നിന്ന് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സിറ്റ് കാണാം. എക്സിറ്റ് എന്ന് പറയുന്നത് തന്നെ ഓരോ ഔട്ട്സൈഡിലോട്ടുള്ള, അതായത് നമുക്ക് ആ എക്സിറ്റ് വഴിയാണ് നമ്മൾ ആ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ആ എക്സിറ്റ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും വന്ന് വീണ്ടും പോയി കഴിയുമ്പോൾ വീണ്ടും എക്സിറ്റ് കാണാം. ആ എക്സിറ്റ് വഴി നമ്മൾ വേറെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു 4-5 എക്സിറ്റുകളുണ്ട്. ആ എക്സിറ്റ് ഡോറിൽ കൂടി പോകുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇടയ്ക്ക് ഒരു പുറത്തോട്ടെന്ന് പറയുന്ന ഔട്ട്സൈഡ് അല്ല, ഈ മിനി ജംഗിളിനകത്തുള്ള, അതായത് സൂവിനകത്തുള്ള ഏരിയയിൽ നമുക്ക് ഓരോ ഏരിയയിലും കറങ്ങാനായിട്ട് സ്ഥലമുണ്ട്. സൂ എന്ന് പറയുന്നെങ്കിലും അവിടെ ആനിമൽസിനേക്കാളും കൂടുതൽ കുറച്ച്, അതായത് ആനിമൽസും കുറച്ച് ബേർഡ്സും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു സ്പേസ് പോലെയും കൂടിയാണ്. അതായത് ഫുഡ് കോർട്ടുണ്ട്, ഓപ്പൺ ഏരിയയിൽ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വെഹിക്കിളിലൊക്കെ കൊണ്ടുവന്നിട്ട് ഫുഡെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ക്യാമൽ കണ്ടോ, ഇത് ഇതിനകത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര സ്മെല്ല് കേട്ടോ, നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ എങ്ങ് പോന്നു. പിന്നെ അവിടെ ഒരു അതായത് പ്ലേ ഏരിയ പോലെയുണ്ട്. അത് നമുക്ക് 5 KDക്ക് നമുക്ക് മിനിമം ചാർജ് 5 KD ആണ്. പിന്നെ ഓരോ റൈഡിനും നമ്മൾ പേ ചെയ്യണം, എക്സ്ട്രാ പേയ്മെൻറ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നടക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇവർ റിയലി അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല രീതിയിലാണ്. അത് ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്തതാണ്. അതാണ് ശരിക്കും നമ്മൾ സർപ്രൈസ് ആയിപ്പോവും. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം, അവർക്ക് കുറേ ഓടി നടക്കാൻ. പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പോണ്ട്, എല്ലാ സംഭവം തന്നെ ആർട്ടിഫിഷ്യൽ ചെയ്ത്. ഒരു ഡെസേർട്ട് ഏരിയ ആണല്ലോ, നല്ലൊരു ജഹ്റയിലേക്ക്, അതായത് കുവൈറ്റിൽ ജഹ്റ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടിലാണിത്. അതൊരു ഡെസേർട്ട് ഏരിയ പോലെ കുറച്ചധികം ഓപ്പണായിട്ട് കിടന്നൊരു സ്ഥലമാണ്. അതാണ് അവരിങ്ങനെ ആക്കിയെടുത്തേക്കുന്നത്. റിയലി അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ.
അങ്ങനെ ഞങ്ങളൊരു 4 o'clock ആയപ്പോഴത്തേനാണ് എത്തിയത്. വിൻ്റർ സീസൺ ആയത് കാരണം മോർണിംഗിലുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോഴത്തേന് ആ ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ 4 o'clock ആയി എത്തിയപ്പോൾ 5:30 വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. ഇപ്പം സീസൺ ഇവിടെ മാറി, പക്ഷേ ഇതൊരു 2-3 വീക്സ് മുന്നേ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 5:30 കഴിയുമ്പോഴത്തേനും തണുപ്പായി തുടങ്ങും. അപ്പോൾ കുട്ടികൾക്ക് എക്സാം ടൈമൊക്കെ ആയി, അത് കഴിഞ്ഞ് എക്സാം ആയിരുന്നു. ആ ടൈമൊക്കെ ആയത് കാരണം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഞങ്ങൾ ഏരിയ കവർ ചെയ്തില്ല, കുറച്ച് അത്യാവശ്യം ഒന്ന് നടന്നു, പിന്നെ ഞങ്ങൾ പോയി. കാരണം നമുക്കധികം കൊച്ചു കുട്ടികൾ ഉള്ളത് കാരണം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം ഇത് തിരിച്ചു പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇത് നാഷണൽ ഡേ ആയത് കാരണം കുവൈറ്റിൻ്റെ ഫ്ലാഗാണ് അവർ കയ്യിൽ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥിരം ഫുഡ് അടി തന്നെ, പുറത്തു പോകുക ഫുഡ് അടിക്കുക, അതാണല്ലോ നമ്മുടെ എയിം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.